ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് MPC 1 ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ആണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്നതാണ്. അതിൻ്റെ ആമുഖങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. നമ്മൾ മനുഷ്യരിൽ സംഭവിക്കുന്ന കുറേ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പോരായ്മകൾ അതിനെക്കുറിച്ചൊക്കെ അവലോകനം നടത്തി. ഇതൊക്കെ അറിയേണ്ടതില്ലേ, പഠിക്കേണ്ടതില്ലേ, അതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി ഉപയോഗിക്കുന്നത് പറഞ്ഞു. അതായത് കമ്പ്യൂട്ടർ പോലെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്, മനസ്സ് വർക്ക് ചെയ്യുന്നുള്ളൊരു ചെറിയ പറഞ്ഞു തുടങ്ങി. അപ്പോൾ മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കലാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ പെടും എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുന്നത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. കാരണം മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത്, നമ്മൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കലാണ്. ബിഹേവിയർ നിയന്ത്രിക്കുന്നതിൽ മൈൻഡിന് അല്ലെ ബ്രെയിനിന് വലിയ റോളുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കണമെന്ന് മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ മിസ്റ്റേക്കുകൾ ആദ്യം പറഞ്ഞ അതേ സാധനം തന്നെ ആവർത്തിച്ചു. കോഗ്നിറ്റീവ് സൈക്കോളജി പെടുന്നതിനെ പെട്ടെന്നുണ്ടായതല്ല, റാൻഡംലി അവിടെ നിന്ന് നുള്ളിപ്പൊറുക്കി പറഞ്ഞതല്ല, മറിച്ച് സയൻറ്റിഫിക് ആയ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, റിസർച്ച് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ റിസർച്ച് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. അത് നിങ്ങൾ MPC 5 കൃത്യമായി മനസ്സിലാക്കും. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? അത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, സൈക്കോബയോളജിക്കൽ മെത്തേഡ്, സെൽഫ് റിപ്പോർട്ടിംഗ്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിമുലേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെത്തേഡുകളൊക്കെ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ലെവലിലേക്ക് കോഗ്നിറ്റീവ് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ മെത്തേഡിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് ഡീറ്റെയിൽ പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പഠിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എസ്സേക്ക് വരാൻ സാധ്യതയുള്ളായിരുന്നു. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡൊമൈൻസ് ഏതൊക്കെയാണ്, അതായത് സ്കോപ്പ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ പ്രധാനമായി 12 ഏരിയകളുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ പഠനം നടക്കും. അതാണ് ഇതിൻ്റെ ഡൊമൈൻസ്. പ്രത്യേകിച്ച് പഠിക്കണം പോയിന്റ് ബേസിൽ. അതിനെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതൊരു ഗ്രാഫിലൂടെ പിക്ചറായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. അതിനുശേഷം ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ചുള്ള പഠനം. അങ്ങനെ പറയുമ്പോൾ മനുഷ്യൻ്റെ ആദ്യകാലം മുതലേ അല്ലെങ്കിൽ പണ്ട് കാലത്തെ ഒരു ചോദ്യം, നോളേജ് എവിടുന്നാണ് വരുന്നത്? വിജ്ഞാനം, നോളേജ് എവിടെയാണ് അതിൻ്റെ ഒറിജിൻ? അത് എവിടെയാണ് നിലകൊള്ളുന്നത്? അപ്പോൾ നമ്മൾ നോളേജിനെ കുറിച്ച്, ലേണിങ്ങിനെ കുറിച്ച്, മെമ്മറിയെ കുറിച്ച്, അല്ലെങ്കിൽ പ്രോസസ്സിനെ, അങ്ങനെ പലതും പഠിക്കുന്നതാണ്. ഈ നോളേജ് എവിടെയാണ്? അവിടെയുള്ള ആ ചോദ്യത്തിന് പണ്ടുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്, എംപരിസിസ്റ്റുകളായ ആൾക്കാർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതോടുകൂടി തന്നെ നാറ്റീവിസ്റ്റുകൾ, പഴയ ഫിലോസഫേഴ്സ് 2 വിഭാഗമായി തിരുന്നു. ഒന്ന് എംപരിസിസം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പം നോളേജ് ത്രൂ എക്സ്പീരിയൻസ് ആണ്. പലതും നമ്മൾ കണ്ടും കേട്ടും കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ എക്സ്പീരിയൻസിലൂടെ വരുന്നു എന്നാണ് അരിസ്റ്റോട്ടിലിനെ പോലുള്ള ഗ്രീക്ക് ഫിലോസഫറായിരുന്ന അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞു. അപ്പോൾ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് നോളജ് ഉണ്ടാകുന്നത്. അവർ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒന്നും അറിയില്ല, പിന്നെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും മറ്റുള്ള നിന്നൊക്കെ പഠിച്ചെടുക്കുകയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്. എന്നാൽ നേരെ മറിച്ച് അതിൽ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്ലാറ്റോ അഭിപ്രായക്കാരനായിരുന്നു. ഗ്രീക്ക് ഫിലോസഫർ പ്ലാറ്റോ. അദ്ദേഹം പറഞ്ഞാൽ ഇത് നേറ്റീവിസ്റ്റ് അഭിപ്രായക്കാരൻ. അതായത് ഇവർ പറഞ്ഞ നോളജ് എന്ന് പറഞ്ഞാൽ ഇനേറ്റ്, ഇൻബോൺ, ജന്മസിദ്ധമായി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ കുറേ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവസരങ്ങൾ വരുമ്പോൾ അത് പൊട്ടിമുളച്ച് വരുന്നു. തേങ്ങ മണ്ണിലിട്ട് വെള്ളം പാർന്നു കഴിഞ്ഞാൽ ക്രമേണ അതിൽ നിന്ന് തെങ്ങുണ്ടാകുന്ന പോലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഉണ്ടാകും. അതല്ലെങ്കിൽ അത് മനുഷ്യന് പഠിക്കാനും വളരാനും ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇൻബിൽട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് ഇനേറ്റ് ആയിട്ടുണ്ട് എന്നാണ് നാറ്റീവിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ബ്രെയിനിൽ ആ കപ്പാസിറ്റി ആദ്യമേ ഉണ്ട് എന്നൊരു കാഴ്ചപ്പാട്. അതേ പ്രകാരം തന്നെ ഏഷ്യൻ്റ് ഈജിപ്ഷ്യൻസും അരിസ്റ്റോട്ടിലൊക്കെ വെച്ചാൽ മറ്റൊരു ഒരു ചിന്താധാര ഉണ്ടായിരുന്നു. നാറ്റീവിസ്റ്റ് എംപരിസിന് പുറമെ തന്നെ ഏൻഷ്യൻ്റ് ഗ്രീക്കുകാർക്കും അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിനൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്താണ്? ഈ നോളേജ് കിടക്കുന്നത് ഹർട്ടിലാണ്, ഹൃദയത്തിലാണ്. അപ്പോൾ പ്ലാറ്റോ പറഞ്ഞിരുന്നത് വെച്ചാൽ നോളേജ് ഹൃദയത്തിലല്ല, ബ്രെയിനിലാണ്. ചുരുക്കി പറഞ്ഞാൽ പല കാഴ്ചപ്പാടും പല അഭിപ്രായങ്ങളൊക്കെ ഈ ബ്രെയിനിനെ കുറിച്ച്, ഇൻഫോർമേഷൻ പ്രോസസ്സിനെ കുറിച്ചുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു നവോത്ഥാന കാലം എത്തിയപ്പോൾ, റിനൈസൻസ് പീരീഡ് എത്തിയ സമയത്ത് ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നു, കുറച്ചുകൂടി റിസർച്ചുകൾ വന്നു, കുറച്ചുകൂടി ഉന്നതമായ പഠനങ്ങൾ വന്നു. അപ്പോൾ ഫിലോസഫേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞു, നോളേജ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലാണുള്ളത്, ഹർട്ടുമായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല, മറിച്ച് ബ്രെയിനാണ്.
അവർ പറഞ്ഞു വെച്ചാൽ നോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്നതാണ് ഫിസിക്കൽ സെൻസുകൾ കൊണ്ടും ഡിവൈൻ സോഴ്സുകൾ. അപ്പോൾ ഇനേറ്റ് ആൻഡ് എംപരിസ്. ഡിവൈൻ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇനേറ്റ്, ഫിസിക്കൽ സെൻസസ് എന്ന് പറയുമ്പോൾ എംപരിസിസം. അനുഭവത്തിലൂടെ കുറെ പഠിച്ചെടുക്കണം, എന്നാൽ ജന്മസിദ്ധമായിട്ട് നമുക്ക് ദൈവികമായിട്ട് പലതും കിട്ടുന്നുണ്ട് എന്നൊക്കെ റിനൈസൻസ് വരുന്നു. ആ കാലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് എംപരിസിസ്റ്റ് അഥവാ നാറ്റീവിസ്റ്റിന് വിപരീതമായുള്ള ബ്രിട്ടീഷ് എംപരിസ്റ്റ് ആയിരുന്ന ഹ്യൂം, മിൽസ്, ബേക്കൽ ഇവരൊക്കെ പറഞ്ഞു വെച്ചാൽ നോളേജ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെപ്രസെന്റേഷൻ ആണ്, അഥവാ ഇനേറ്റ് ആണ്. ഉള്ളിലുണ്ട്. ഉള്ളിൽ എങ്ങനെ എത്തുന്നത്? എക്സ്പീരിയൻസിലൂടെ. അപ്പൊ നമ്മൾ പുറത്ത് പലതും കാണുന്നു, കേൾക്കുന്നു, അതിന്റെ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ ഇമേജ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയുന്നു, അതിനെ പിന്നെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നോളേജ് എന്ന് പറഞ്ഞാൽ ഇനേറ്റ് റെപ്രസെന്റേഷൻ ആണ്, അഥവാ ഇന്റേണൽ റെപ്രസെന്റേഷൻ ആണ്. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ സെൻസറി എന്താ പറയുക ഇവന്റ്സിലൂടെ. അപ്പോൾ ഞാനൊരു സംഭവം കണ്ടു, ആ കണ്ടു മനസ്സിലാക്കി അതിന്റെ ഒരു ഇമേജ്, അതിന്റെ പിക്ചർ, അതിന്റെ ഒരു മിനിയേച്ചർ രൂപം എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് അങ്ങനത്തെ കാണുമ്പോൾ സിമ്പിൾ, വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്ത് കല്യാണത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇങ്ങനത്തെ ഒരു രംഗത്തെത്തുമ്പോൾ ഇത് കല്യാണമായി മനസ്സിലാവും. മരിച്ച വീട്ടിലും കല്യാണത്തിലും രണ്ട് രീതിയിൽ പെരുമാറണം എന്നുള്ളത് ഞാൻ പഠിച്ചെടുത്താണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പലതും പഠിച്ചെടുക്കുന്നു, അത് അവിടെ ഉണ്ടാകും. അവസരങ്ങൾ വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നാണ്. എന്നിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ മെമ്മറീസ്, നമ്മുടെ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഓർമ്മകൾ എന്ന സാധനം. അതെ, അത് നമ്മൾ പണ്ട് കാലത്ത് കേട്ട കാര്യങ്ങളൊക്കെ ചെറുതായിട്ടല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി ഡീറ്റെയിൽ ഇങ്ങനെ പറയുമ്പോഴല്ലേ കൃത്യമായിട്ട് ഓർക്കാനുള്ളൂ. ഇന്നലെ കേട്ടൊരു കാര്യം ഇന്ന് ഓർക്കുന്ന പോലെ 10 വർഷം മുമ്പ് കേട്ട കാര്യം നമുക്ക് ഓർക്കാൻ കഴിയുമോ? ഇല്ല, കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അതുകൊണ്ട് മെമ്മറീസ് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ പണ്ട് കേട്ട് വെച്ചിട്ടുള്ള ആ മെന്റൽ ഇമേജുകളുടെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചെറിയൊരു ഫെയ്ഡഡ് രൂപമാണ്. അതായത് മങ്ങിക്കിടക്കുന്ന അതിലേക്ക് വല്ല സ്പാർക്കുകൾ എത്തുമ്പോൾ, അവസരങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇനേറ്റുമാണ്, അതോടുകൂടെ എംപരിസവുമാണ് എന്നാണ് റിനൈൻസൻസ് പീരീഡിൽ പറഞ്ഞത്. അതും കഴിഞ്ഞ് ഒരു നവോത്ഥാന കാലം കഴിഞ്ഞ് 19-ാം നൂറ്റാണ്ടിന്റെ ആ ഘട്ടത്തിയപ്പോൾ, അതായത് വില്യം വൂണ്ട് ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ്, ഫ്രെഷ്നർ, എബിംഗ്ഹാം എന്ന് പറഞ്ഞ ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇവരുടെയൊക്കെ കാലത്തിയപ്പോൾ ഇവരൊക്കെ പറഞ്ഞു വെച്ചാൽ സൈക്കോളജി ഒരു ഫിലോസഫിയുടെ ഭാഗമായിരുന്നു എങ്കിലും, ഫിലോസഫിയാണ് ആദ്യമുള്ളത്, അഥവാ ഊഹത്തിന്റെ പേരിൽ, ആലോചനയുടെ പേരിൽ, റീസണിങ്ങിന്റെ പേരിൽ വിവരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഫിലോസഫി. അതിന്റെ ഭാഗമായിരുന്നെങ്കിലും പതുക്കെ ഒരു 19-ാം നൂറ്റാണ്ടൊക്കെ ആവുന്ന സമയത്ത് ഈ സൈക്കോളജിയെ ഫിലോസഫിയിൽ നിന്ന് പതുക്കെ വേറെടുത്ത് ഇതൊരു സെൽഫ് എൻറ്റൈറ്റി ആയിട്ട് സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനമാവുകയാണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രശാഖയാണ്. അവിടെ എംപെരിക്കലും എക്സ്പെരിമെന്റും രണ്ടും കൂടി പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്തത്. ഈ സമയത്തുണ്ടായിരുന്ന വലിയൊരു ചർച്ച, അതായത് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വലിയൊരു ചർച്ച എന്നാണ് സ്ട്രക്ചറൽ അപ്രോച്ച് ആണോ അതല്ല പ്രോസസ് അപ്രോച്ച് ആണോ. എംപെരിസിസം നാറ്റീവിസം വിട്ടു, അതും കഴിഞ്ഞ് ഫിലോസഫിയിൽ നിന്ന് മാറിയിട്ട് സൈക്കോളജി ആയിട്ട് വന്നപ്പോൾ രണ്ട് കാഴ്ചപ്പാടും. സ്ട്രക്ചറലി ആണോ നമ്മൾ പഠിക്കേണ്ടത്, അല്ല പ്രോസസ് വൈസിലാണോ? അതൊക്കെ നിങ്ങൾ PG ലെവലിലൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലായി. ഇതൊക്കെ സ്ട്രക്ചറൽ അപ്രോച്ച്, ഫങ്ഷണൽ അപ്രോച്ച് എന്നൊക്കെ സാധനങ്ങൾ പഠിക്കും. അതായത് ഈ കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ സ്ട്രക്ചർ, അതായത് ബ്രെയിനിന്റെ സ്ട്രക്ചർ, ഘടന, ബ്രെയിനിന്റെ ഓരോ പാർട്ടുകൾ അങ്ങനെ ഓരോന്നിനും തരംതിരിച്ച് പാർട്ട് ബേസിൽ പഠിക്കണോ, അതല്ല ആ സ്ട്രക്ചറിനേക്കുള്ള പ്രാധാന്യം ബ്രെയിൻ എന്ത് ഫങ്ഷൻ ആണ് ചെയ്യുന്നത്, എന്ത് രീതിയിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് ഉണ്ട്, ഇന്റേണൽ പ്രോസസ്സിംഗ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അതിന്റെ പ്രോസസ്സാണ്. അപ്പൊ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പോലുള്ള പ്രോസസ്സ് ബേസിലാണോ നോക്കേണ്ടത്, അതല്ല ഫ്രണ്ടൽ ലോബ്, പെരീറ്റൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ് ഇങ്ങനെ തുടങ്ങുന്ന അങ്ങനെയാണോ പഠിക്കേണ്ടതെന്നുള്ള കുറെ കാഴ്ചപ്പാടും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് സ്ട്രക്ചറൽ അപ്രോച്ചും ഫങ്ഷണൽ അപ്രോച്ചും. അത് ഡീറ്റെയിലിംഗ് പഠിക്കും. വില്യം വൂണ്ടും ബ്രിൻഡാനോ എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അതിൻ്റെ ആൾക്കാർ. വില്യം ജെയിംസ് പറഞ്ഞാൽ ഈ രണ്ടും കൂടി, അതായത് നമ്മൾ സ്ട്രക്ചറും പഠിക്കണം, ഫങ്ഷനും പ്രോസസ്സും പഠിക്കണം. അതായത് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ കേവലം ഇന്റേണൽ പ്രോസസ്സിംഗ് മാത്രം അറിഞ്ഞാൽ പോരാ, മെന്റൽ പ്രോസസ്സിംഗ് അറിഞ്ഞാൽ പോരാ, മറിച്ച് മൈൻഡിന്റെ സ്ട്രക്ചറും കൂടി വേണം. വില്യം ജെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡേൺ സൈക്കോളജിയുടെ ഒക്കെ അല്ലെങ്കിൽ ബിഹേവിയർ സൈക്കോളജിയുടെ ഒക്കെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അപ്പൊ 19-ാം നൂറ്റാണ്ടും കഴിഞ്ഞിട്ടോ. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടം, അതായത് 1950-കൾക്കൊക്കെ ശേഷം വരുന്ന 20-ാം നൂറ്റാണ്ട്, അവിടെ ആ സമയത്താണ് ബിഹേവിയറിസം വരുന്നത്. 1930-കളിലും 1940-കളിലുമാണ് ബിഹേവിയർ സൈക്കോളജി പറഞ്ഞ സംഭവമൊക്കെ വരുന്നത്. നിങ്ങൾ പഠിക്കും, സൈക്കോളജിയുടെ ഹിസ്റ്ററി ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് ആദ്യം ഇതുണ്ടായിരുന്നു, പിന്നെ ഇതുണ്ടായി, പിന്നെ ബിഹേവിയറിസം വന്നു എന്ന് പറഞ്ഞു. ഈ ബിഹേവിയറിസത്തിൽ അവര് സ്കിന്നർ, തോണ്ടേക്ക്, അതുപോലെ തന്നെ പിന്നെ ഇവാൻ പാവ്ലോ ഇവരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. ഇവർ കാര്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറി ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ എന്ത് കാര്യം പഠിക്കണമെങ്കിലും
ഒരു സ്റ്റിമുലസ് ഉണ്ടാകും, അതിനഗേൻസ്റ്റ് റെസ്പോൺസ് ഉണ്ടാകും. സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവാൻ പാവ്ലോയുടെ പട്ടിയുടെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. പട്ടിക്ക് ഇറച്ചി കൊടുക്കുമ്പോൾ സലൈവ വരുന്നു, ബെല്ലടിക്കുമ്പോൾ സലൈവ വരുന്നില്ല, പക്ഷെ ബെല്ലും ഇറച്ചിയും ഒപ്പം കൊടുക്കുന്നു, അപ്പോൾ കണ്ടീഷൻ ചെയ്യുന്നു, അങ്ങനെ സലൈവ വരുന്നു, അപ്പോൾ പട്ടി പഠിച്ചെടുക്കുന്നു, ബെല്ലടിച്ചാലും ഫുഡ് കിട്ടുന്നു, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതിനുശേഷം പിന്നെ സ്കിന്നർ ഒരു എലിപ്പെട്ടി വെച്ചിട്ടൊരു ഓപ്പറൻ്റ് കണ്ടീഷൻ നടത്തുന്നത്, വിശന്നൊരു എലിയെ ഒരു പെട്ടിയിലിടുന്നു. എലി ഇങ്ങനെ കറങ്ങി ഒരു ലാച്ച് അല്ലെങ്കിൽ ഒരു കുളത്തും തട്ടുന്ന സമയത്ത് ഭക്ഷണം കിട്ടുന്നു. അപ്പോൾ എലി പഠിക്കുന്നു, ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമ്പോൾ തട്ടാണ്ട്. അപ്പോൾ ഓപ്പറേഷൻ നടക്കുമ്പോൾ റെസ്പോൺസ് ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് പഠിക്കുന്നതിൻ്റെ രണ്ടാമത്തെ തിയറി. ഇങ്ങനെ ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അഥവാ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ വരുന്നു. ഇവർ പറയുന്നത് വെച്ചാൽ പഠനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ബ്രെയിനോ ഇനേറ്റൊന്നും അല്ല, മറിച്ച് ഇതൊക്കെയാണ് പരമാവധി ഒരു ഓപ്പറേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിലൂടെയാണ് നടക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനെ മുഴുവൻ തിരസ്കരിച്ച് ബുദ്ധിക്കോ തലച്ചോറിനോ പ്രാധാന്യം കൊടുക്കാതെ കേവലം എക്സ്റ്റേണലായ കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇവര് ശരിക്ക് നമ്മുടെ മെന്റൽ പ്രോസസ്സുകളായ അറ്റൻഷൻ, മെമ്മറി, തിങ്കിങ്, റീസണിങ്, ലോജിക് ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. അവർ ആകെ കൊടുത്തിരുന്നത് ഒരു പട്ടിയിലും എലിയിലും റിസർച്ച് നടത്തിയിട്ട് സ്റ്റിമുലസിനും റെസ്പോൺസിനും മാത്രം പ്രാധാന്യം കൊടുത്ത്. അത് അത്ര വലിയ ഒരു രസകരമായ സംഭവമല്ല. എന്തായിരുന്നാലും ഈ ബിഹേവിയറിസത്തിന്റെ അവസാന ഘട്ടമാകുമ്പോൾ, അല്ലെങ്കിൽ ബിഹേവിയറിസത്തിൽ ഉണ്ടായിരുന്ന ചില സൈക്കോളജിസ്റ്റുകൾ, ഒന്നാമത്തെ ആള് എഡ്വാർഡ് ടോൾമാൻ, 1932 ഇദ്ദേഹം ബിഹേവിയറിസ്റ്റ് ആണ് എങ്കിലും ഇവരുടെ ആശയത്തെ നഖശികാന്തം എതിർത്തുകൊണ്ട് പുതിയൊരാശയം കൊണ്ടുവന്നു. ഇദ്ദേഹം എലികളിൽ വെച്ചൊരു റിസർച്ച് നടത്തി, ഒരു പറ്റം എലികൾ. ആ എലികളെ അദ്ദേഹം, നമ്മൾ മെയ്സ് എന്ന സംഭവം കണ്ടില്ലേ, നമ്മൾ ഈ കുട്ടികളെ ചെറിയ ബാലറമിയിലും മംഗളത്തിലൊക്കെ പണ്ട് കണ്ടിരുന്നു. ഇവിടെ നിൽക്കുന്ന ഒരാളെ അങ്ങോട്ട് എത്തിക്കാൻ പല വഴികളിലൂടെ ഇങ്ങനെ കടന്ന് അവിടെ എത്തണം, വഴി കാണിച്ചു കൊടുക്കാമോ, ഇദ്ദേഹത്തെ അങ്ങോട്ട് എത്തിക്കാമോ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതേമാതിരി ഇയാൾ എന്ത് ചെയ്തു, എലികളിൽ ഒരു റിസർച്ച് നടത്തി. ഒരു പറ്റം എലികളെ ഇവിടെ വെക്കുന്നു, ആ എലികൾ അപ്പുറത്തുള്ള ഭക്ഷണം തേടിയെത്തണം. അപ്പോൾ അവരിങ്ങനെ കറങ്ങി അവിടെയും ഇവിടെയൊക്കെ തട്ടിമുട്ടി എങ്ങനെയോ എത്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് എലികൾ, ഒരു 5-6 എലികൾ, അവര് ഇങ്ങനെ അവിടെ പോയിട്ട് ഫുഡ് കിട്ടാൻ കുറേ റിസ്ക് എടുക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഒരു സെറ്റ്, ആ സെറ്റ് എന്ത് ചെയ്യുന്നു, ആദ്യത്തെ സെറ്റ് അങ്ങനെ റിസ്ക് എടുത്ത് ഈ അറ്റത്തുനിന്നും അങ്ങേ അറ്റത്തെത്തുന്നു. അവർക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടുന്നില്ല, ഫുഡോ മറ്റൊന്നും കിട്ടുന്നില്ല. അവര് രണ്ടാമതും ശ്രമിക്കുന്നു, മൂന്നാമതും ശ്രമിക്കുന്നു, പക്ഷെ അത് മട്ടത്തിലുണ്ടാകുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു സെറ്റ്, ഇയാൾ നടത്തിയ റിസർച്ചിൽ രണ്ടാമത് ഒരു സെറ്റ് എലികൾ, ഈ എലികൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പുറപ്പെട്ട് പെട്ടെന്ന് ഇങ്ങനെ എത്തിയിട്ട് അവിടെ എത്തുന്നുണ്ട്. കാരണം അവർക്ക് അവിടെ എത്തുമ്പോൾ ഫുഡ് കിട്ടുന്നു. അപ്പോൾ അവിടെ എത്തി ഫുഡ് കിട്ടുന്നു, അപ്പുറത്ത് ലക്ഷ്യസ്ഥാനത്തെത്തി ഫുഡ് കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു സാധനം കിട്ടുന്നു എന്നുകൊണ്ട് തന്നെ ഇവർ ഈ പോയ വഴികളൊക്കെ, അവർ കടന്നുപോയ ആ റൂട്ടുകളൊക്കെ അത് മനസ്സിലിങ്ങനെ ഓർത്തു വെക്കുന്നു. മെന്റൽ ഇമേജ്, മെന്റൽ റെപ്രസെന്റേഷൻ നടത്തുന്നു. മൂന്നാമത്തെ സെറ്റ് എലികളും ഇതുപോലെ ഇങ്ങനെ കടങ്ങുന്നു, അങ്ങനെ എത്തുന്നു, പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. ഈ മൂന്നാമത്തെ സെറ്റ് എലികൾ 10 പ്രാവശ്യം പോയി 11ാമത്തെ പ്രാവശ്യമാണ് അവർക്ക് ഫുഡ് കിട്ടിയത്. അപ്പൊ 11ാമത്തെ പ്രാവശ്യം ഫുഡ് കിട്ടി എന്നതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ഈ പിന്നീടുള്ളതൊക്കെ കുറച്ച് സ്പീഡിലായി. ചുരുക്കി പറഞ്ഞാൽ 3 സെറ്റ് എലികളിലും റിസർച്ച് നടത്തിയിട്ട് ഇദ്ദേഹം പറയുന്നത് ഈവൻ എലികൾ പോലും, നമ്മുടെ വീട്ടിലുള്ള എലികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നെറ്റ് കട്ടായോ, കേൾക്കുന്നുണ്ടോ എൻ്റെ വോയിസ്? ഓക്കെ. ഈവൻ എലികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മൈൻഡിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ അവർ പോകുന്ന വഴികളെ കുറിച്ച് നല്ലൊരു കൃത്യമായ കാഴ്ചപ്പാട് അവരുണ്ടാക്കുന്നുണ്ട്. മെന്റലി അതിൻ്റെ റൂട്ടുകൾ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്, പഠിച്ചെടുക്കുന്നുണ്ട്. അഥവാ ഈ പഠനം എന്ന് പറഞ്ഞ സാധനം ബ്രെയിനിലൂടെ നടക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി എന്തല്ല, അത് സ്റ്റിമുലസ് റെസ്പോൺസ് ഒന്നും അല്ല, മറിച്ച് എലികൾ അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഉന്നതരായ മനുഷ്യന്മാർ ഇങ്ങനെ മെന്റൽ റെപ്രസെന്റേഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മെന്റൽ. അപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ എലികൾ വരുന്നു എന്ന് കരുതി നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം മറച്ചു വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ വേറെ വഴിയിലൂടെ എലികൾ അവിടെ എത്തും, അല്ലേ? പൂച്ചയും എലികളും അവർക്ക് അങ്ങനെ എത്തേണ്ടെന്നുള്ള അവർ വഴികൾ കണ്ടെത്തും. നമ്മൾ അറിയാത്ത വഴിയിലൂടെയൊക്കെ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ വയറിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ വന്നിട്ട് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്. അവരാരാ പഠിപ്പിക്കുന്നത്? അത് ഇനേറ്റ് ആണോ, അതല്ല സ്റ്റിമുലസ് റെസ്പോൺസ് ആണോ? അതും ഇതന്നെ. അപ്പോൾ അവർക്കൊരു മെന്റൽ റെപ്രസെന്റേഷൻ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പഠനങ്ങൾ മിക്കവാറും ബ്രെയിൻ റിലേറ്റഡ് ആണ്, ഒരു മെന്റൽ ഇമേജിലൂടെയാണ് നടക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാടും 1932 ഈ എഡ്വാർഡ് ടോൾമാൻ എന്ന് പറയുന്ന ആള് ബിഹേവിയറിസത്തിലെ സ്റ്റിമുലസ് റെസ്പോൺസിനെ എതിർത്തുകൊണ്ടൊരു ആശയം കൊണ്ടുവന്നു. ഇതിന് സമാനമാകുന്ന മറ്റൊരു ആശയമാണ് സർ ഫ്രെഡറിക് ബർട്ട്ലെറ്റ് എന്ന ആൾ. 1932 ഇദ്ദേഹം അമേരിക്കക്കാരനാണ്.
ഇദ്ദേഹം ഇതിന് സമാനമാവുന്ന ഒരു ആശയം പറഞ്ഞു. അതായത് ഇവരെന്താ പറഞ്ഞു വെച്ചാൽ മെമ്മറി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ നമ്മൾ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു ആശയം പറഞ്ഞിട്ട് കേട്ടോ. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ തന്നെ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് അമേരിക്കൻ സൈക്കോളജിസ്റ്റുകളാണ്. അവർ പറഞ്ഞു വെച്ചാൽ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു ഭാഗമോ ചെറിയ ഭാഗമോ ഒന്നുമല്ല, മൊത്തത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മൊത്തത്തിലാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ വലിയ കാഴ്ചപ്പാട് അവർക്കുണ്ട്. അതിലെ ചില ആശയങ്ങളെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് നമ്മൾ എന്താ പറയുക വാക്കുകൾ. അവർ ജസ്റ്റാൾട്ട് സൈക്കോളജികൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അക്ഷരങ്ങൾ അതിൻ്റെ മീനിങ് ഇല്ലെങ്കിലും അത് നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കലാണ്, ഇങ്ങനെയുള്ള കുറേ വാദങ്ങൾ. അതിനൊക്കെ എതിർത്തുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ മീനിങ് ഫുൾ മെറ്റീരിയൽ, അതായത് ഒരു സാധനം വായിച്ചിട്ട് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ഓർക്കാനും പഠിക്കാനും എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന സാധനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഓർക്കാനും പഠിക്കാനും എളുപ്പമാണ്. അതേസമയം ഇയാൾ എന്തൊക്കെയോ പറയണത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയും. രാമായണം മുൻപ് വായിച്ചിട്ട് രാമൻ ഏതാ സീത ഏതാന്ന് ചോദിച്ചില്ല, അതേമാതിരി ഏതാണ് ഈ കൊഗ്നിറ്റീവ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ ഏതൊരു സാധനവും നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ സിമാൻറ്റിക്കലി അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്കീമ, അതിൻ്റെയൊക്കെ ഒരു രൂപം, അതിൻ്റെയൊക്കെ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. അങ്ങനെ സ്കീമ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കീമ ഡെവലപ്പ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് പഠനങ്ങൾ നടക്കുന്നത് എന്നുള്ള, ചുരുക്കി പറഞ്ഞാൽ ബിഹേവിയർസ് ആശയത്തെ കംപ്ലീറ്റ് എതിർത്തുകൊണ്ട് ഇങ്ങനെ രണ്ട് ചിന്താധാരകൾ വന്നു. അതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ബിഹേവിയറിസത്തിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായ ഡെവലപ്മെൻറ്റ്. അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജികൾ വന്നു. ജസ്റ്റാൾട്ട് സൈക്കോളജികൾ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്താ പറയുക ഒരു പെർസെപ്ഷന്, ഒരു കാര്യം കണ്ട് അതിനെ നമ്മൾ കണ്ട് എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് വിശാലമായ ഇതാണ്. നിങ്ങൾ മെറ്റീരിയലിൽ കൂടുതൽ പറയുന്നില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ചില ചിത്രങ്ങൾ കാണാറില്ലേ, ഒരു പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കൊക്കാണ്, പിന്നെ നോക്കുമ്പോൾ തോന്നുന്നത് മുയലാണെന്ന് തോന്നും. ചില ചിത്രങ്ങൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് അതൊരു ചെറിയ എന്തോ ഒരു വെയ്സ്, നമ്മൾ സിസറിന്റെ കുറ്റിയൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ഫ്ലവറൊക്കെ വെക്കുന്ന വെയ്സാന്ന് തോന്നും. പക്ഷെ ശരിക്കും ആഴത്തിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ അല്ല, രണ്ട് മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണായി തോന്നും. അപ്പോൾ ഒരു സാധനത്തിന്റെ പാർട്ടോ പാർട്ടിസിപ്പിളോ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല, അതിനെ മുഴുവനായി മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ചിന്തകളാണ് സൈക്കോളജികൾ. ഈ ഒരു ആശയം വന്നു. ഇവരും പ്രാധാന്യം കൊടുത്തു വെച്ചാൽ നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് മനസ്സിലാക്കുന്നത്, അതിനാണ് പ്രാധാന്യം. അതല്ലാതെ സ്റ്റിമുലസിനോ റെസ്പോൺസിനോ ഒന്നുമല്ല, പെർസെപ്ഷന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിനു ശേഷം 1950-കളാകുമ്പോൾ, അത് 50-കൾക്ക് ശേഷം അഥവാ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ നേരത്തെ ഉണ്ടായിരുന്ന എംപരിസത്തെയും ഈ ഇനേറ്റിനെയും ബിഹേവിയറിസത്തെയും ജസ്റ്റാൾട്ടിനെയും ശേഷം വന്നതിനൊക്കെ എതിർത്തുകൊണ്ട് പുതിയൊരു കാഴ്ചപ്പാട് വന്നു. അതാണ് നമ്മൾ പഠിക്കുന്ന കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ കൊഗ്നിറ്റീവ് റവല്യൂഷൻ, ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, മനുഷ്യൻ്റെ മനസ്സിന് കുറച്ച് പവറുണ്ട്, കേവലം മൃഗങ്ങളെ പോലെയല്ല, മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുവാനും ആലോചിക്കാനും റീസൺ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുള്ള ഒരു ചിന്ത വന്നു. ഇവരുടെ ഫോക്കസ് പ്രധാനമായിട്ട് നേരത്തെ പോലെ സ്റ്റിമുലസിനും റെസ്പോൺസിനോ അല്ലെങ്കിൽ അതൊന്നും ആയിരുന്നില്ല, മറിച്ച് മനുഷ്യന് അറ്റൻഷൻ എന്ന് പറയുന്നൊരു കഴിവുണ്ട്, മെമ്മറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്. ഇങ്ങനെ ചില സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് മനുഷ്യനെ പഠിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സഹായിക്കുന്നത് എന്ന് പറയുന്ന ഒരു ആശയം വന്നു. ഇതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ അവസാന ഡെവലപ്മെന്റ്. ഇതിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ ഡെവലപ്മെന്റ് ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവര് മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയെക്കുറിച്ചുള്ള ചിന്തയെക്കുറിച്ചുള്ള പഠനം കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടർ സിമുലേഷൻ, കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ പ്രകാരം തന്നെ നടക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ മെഷീനുകളെ കൊണ്ടുണ്ടാക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ചിന്തയിൽ. ചുരുക്കി പറഞ്ഞാൽ ബിഹേവിയറിസത്തെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് അതിനൊക്കെ നെഗ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്താധാര വന്നു. പ്രധാനമായിട്ട് ബിഹേവിയറിസത്തിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ബിഹേവിയറിസത്തിൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസം എന്താ പറയുന്നത്, സ്റ്റിമുലസ് റെസ്പോൺസിലൂടെയാണ് പഠനം നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭാഷ പഠിക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് അതടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി, സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. അപ്പോൾ ബിഹേവിയറിസത്തിൻ്റെ ചില ചിന്തകളെ എതിർക്കുന്ന രീതിയിൽ ഡെവലപ്മെന്റുകൾ വന്നു. പ്രത്യേകിച്ച് ഈ ഭാഷ, വൈവിധ്യമായ ഭാഷകൾ, ഭാഷയുടെ സങ്കീർണമായ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിമുലസ് റെസ്പോൺസിലൂടെ പഠിക്കാൻ കഴിയില്ലല്ലോ എന്ന ചോദ്യത്തിന് മറുപടി കഴിയാതെ വന്നപ്പോഴാണ് ഈ മേഖലയിലുള്ള ചില റിസർച്ചുകളും ഈ മേഖലയിലുള്ള ചില പഠനങ്ങളും കൊഗ്നിറ്റീവ് സൈക്കോളജിയെ സഹായിച്ചത്. പ്രത്യേകിച്ച് നോം ചോസ്കി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സൈക്കോളജിസ്റ്റും അതോടുകൂടെ ഭാഷാ പണ്ഡിതനുമാണ്.
അദ്ദേഹം ഗ്രാമറിനെ കുറിച്ചും ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കുന്നത്, ബ്രെയിൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വലിയ റിസർച്ച് നടത്തിയിട്ടുണ്ട്. നിങ്ങളെ 3ാമത്തെ യൂണിറ്റ് അതാണ്, ലാംഗ്വേജ് പറഞ്ഞ സാധനം തന്നെയാണ്, ലാംഗ്വേജ് അക്വിസിഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. മനുഷ്യന് ബ്രെയിനിൻ്റെ അകത്ത്, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഹ്യൂമന് ബ്രെയിനിൻ്റെ അകത്ത് ലാഡ് എന്നൊരു ഭാഗമുണ്ട്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ്. ഭാഷകൾ പഠിച്ചെടുക്കാൻ ഒരു പ്രത്യേക ഭാഗമുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാദം കിടക്കുന്നത്. അപ്പോൾ നോം ചോസ്കിയുടെ കണ്ടുപിടുത്തങ്ങളും ചോസ്കിയുടെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലുള്ള തിയറികൾ, നോം ചോസ്കിയുടെ കമ്മ്യൂണിക്കേഷൻ തിയറി, ആ ലാഡ് എന്ന കോൺസെപ്റ്റ് ഒക്കെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള റിസർച്ചുകളും പിന്നെ ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ്സിൽ അത് സഹായിച്ചു. ഇപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ ബ്രെയിനുമായിട്ട് പഠനം നടത്താനും, അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് അങ്ങോട്ട് കമ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. അവിടെയാണ് ജീൻ പിയാഷെയുടെ വലിയൊരു കണ്ടുപിടുത്തം വരുന്നത്. ജീൻ പിയാഷയെക്കുറിച്ച് നിങ്ങൾ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന MPC 2 കൃത്യമായി പഠിക്കും. അതായത് മനുഷ്യൻ ജനിച്ച് ഓരോരോ ഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് മരിച്ചു പോകുന്നത് വരെയുള്ള വ്യത്യസ്തമായ ഘട്ടങ്ങൾ പറയുമ്പോൾ ആ ഓരോ സമയത്തും ഇൻഫാൻ്റ് ആയിരിക്കുമ്പോൾ, ചൈൽഡ് ആയിരിക്കുമ്പോൾ, അഡോളസെൻ്റ് ആയിരിക്കുമ്പോൾ, അഡൾട്ട് ആകുമ്പോൾ, പിന്നെ ലേറ്റർ അഡൾട്ട് ആകുമ്പോൾ, മിഡിൽ, അങ്ങനെ പോയി ഓരോ ഘട്ടത്തിലും മനുഷ്യൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഡെവലപ്പ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിൽ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കൊഗ്നിറ്റീവ് സൈക്കോളജിയെ 20ാം നൂറ്റാണ്ടിൽ 1950 ശേഷം ഡെവലപ്പ് ചെയ്യാൻ നല്ല സഹായിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ ചെറിയൊരു രൂപം, അതായത് ആദ്യം എംപെരിസിസ്റ്റുകളും നാറ്റീവിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബിഹേവിയറിസം വന്നു. ബിഹേവിയറിസത്തിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അവരുടെ തിയറിക്ക് സാധിച്ചില്ല. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് ലേണിങ്ങിനെ സഹായിക്കുന്നത് എന്നുള്ള കൃത്യമായി തെളിയിക്കാൻ പറ്റിയില്ല. അവിടെയാണ് 1932 2 റിസർച്ചുകൾ അതിനെ എതിർത്തുകൊണ്ട് അതിനേക്കാൾ ഉപരി മനുഷ്യ മനസ്സിന് അതിന് പ്രത്യേക കഴിവുണ്ട് എന്നൊക്കെ തെളിയിക്കുന്നത്. അവിടെയാണ് മോഡൽ ലിംഗ്വിസ്റ്റിക് തിയറി, നോം ചോസ്കിയുടെ ലിംഗ്വിസ്റ്റിക് തിയറിയും കമ്മ്യൂണിക്കേഷൻ മേഖലയുടെ തിയറിയും കമ്പ്യൂട്ടർ സയൻസിലെ ഡെവലപ്മെൻറ്റുകളൊക്കെ നമ്മൾ ഈ പഠിക്കുന്ന വിഷയത്തിൻ്റെ വളർച്ചയിൽ നല്ല സഹായം നൽകുന്നത്. അപ്പോൾ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഈ വിഷയത്തിൽ പഠിക്കാനുള്ള എസ്സേക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് ഈ 1ാമത്തെ യൂണിറ്റ് എന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 4 ബ്ലോക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ ബ്ലോക്കിലെ 1ാമത്തെ യൂണിറ്റ് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വരുന്നതും ഇതിൻ്റെ ആകെത്തുകയാണ്. ഈ മെറ്റീരിയൽ പഠിക്കാനുള്ളതിൻ്റെ ആകെത്തുക. ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ കേട്ട പോലെ തോന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ കംപ്ലീറ്റ് മനസ്സിലാണെന്നില്ല, മൊത്തത്തിലൊരു പിക്ചർ മനസ്സിലാകാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ അത് വേറെ പഠിക്കുന്നുണ്ട്, ക്രിറ്റിക്കൽ തിങ്കിങ് അത് വേറെ പഠിക്കുന്നുണ്ട്, ലേണിങ്ങിനെ കുറിച്ച് വേറെ പഠിക്കുന്നുണ്ട്, മെമ്മറി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പഠനങ്ങളാണ് മറ്റു യൂണിറ്റിൽ വരുന്നത്. ഏതായാലും ഈ യൂണിറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കീ ഇഷ്യൂസ് ഇൻ കൊഗ്നിറ്റീവ് സൈക്കോളജി, അല്ലെങ്കിൽ ഓൺഗോയിങ് ഡിബേറ്റ് ഇൻ കൊഗ്നിറ്റീവ് സൈക്കോളജി. എസ്സേക്ക് ചോദിക്കും, ഒരുപക്ഷെ അസൈൻമെന്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ എസ്സേയിലുണ്ടാകും. കൊഗ്നിറ്റീവ് സൈക്കോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് പറയില്ലേ. ഇനി ഇതിൽ എപ്പോഴും എന്നും ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ എന്നും നീറിപ്പോകുന്ന ഒരു പുകഞ്ഞ കൊള്ളിയാണ് ഈ പോയിന്റുകളൊക്കെ. അണ്ടിയ മൂത്തത് മാങ്ങയെ മൂത്തത് എന്ന് പറയാറില്ലേ, അതേ രൂപത്തിൽ ഒരു ചർച്ചയാണ് നേച്ചർ വേഴ്സസ് നർച്ചർ. കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്നും ചർച്ച നേച്ചറിനാണോ പ്രാധാന്യം, അതല്ല നർച്ചറിനാണോ. നേച്ചർ എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമായി കിട്ടുന്ന ഇനേറ്റ് നാറ്റീവിസ്റ്റുകൾ എന്ന് പറഞ്ഞ സാധനം. നർച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ ചുറ്റുപാട്, എൻവിറോൺമെന്റ്. അപ്പോൾ കൊഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ ലേണിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് നേച്ചറാണോ അഥവാ ജനറ്റിക്കലി കിട്ടുന്നതാണോ, അതല്ല നർച്ചറാണോ നമ്മുടെ എൻവയോൺമെന്റിലൂടെ കിട്ടുന്നതാണോ. അങ്ങനെ പറഞ്ഞാൽ ബയോളജിയാണോ അതല്ല എക്സ്പീരിയൻസ് ആണോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്റലിജൻസിനെ, കൊഗ്നീഷനെ, ലേണിങ്ങിനെ സഹായിക്കുന്നത്. ബയോളജി എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി കിട്ടുന്നത്, ന്യൂറോണുകളിലൂടെ കിട്ടുന്നത്, ജീനുകളിലൂടെ കിട്ടുന്നത്, ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നത്, അച്ഛനിൽ നിന്ന് കിട്ടുന്നത്, അമ്മയിൽ നിന്ന് കിട്ടുന്നത്, പാരമ്പര്യമായി ഇതാണോ, അതല്ല എക്സ്പീരിയൻസ് എക്സ്റ്റേണൽ ആയിട്ട് കുടുംബത്തുനിന്നും എൻവയോൺമെന്റിൽ നിന്നും ചുറ്റുപാടും നിന്നും കിട്ടുന്നതാണോ.
എക്സാമ്പിൾ പറയാം, ഭാഷ കൊഗ്നിറ്റീവ് ഭാഗമാണല്ലോ, ഒരു ഇന്റലക്ച്വൽ സാധനമല്ലേ. ഭാഷ പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്? നമുക്ക് ജന്മനാ കിട്ടുന്ന സാധനങ്ങളാണോ അതല്ല എൻവയോൺമെന്റ് കിട്ടുന്നതാണോ? ഇവർ പറഞ്ഞു വെച്ചാൽ ആദ്യ ഘട്ടത്തിലൊക്കെ എൻവയോൺമെന്റിൽ നിന്ന് ഒരു സഹായമില്ല. നമുക്ക് ജന്മനാ ചില ഉദാഹരണം ഭാഷാ പഠനത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കും. അതിൻ്റെ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന ഭാഗം പഠിക്കും. ഒരു കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 6 മാസമൊക്കെ ക്വീങ് എന്നൊരു സാധനം ഉണ്ടാക്കുക. ക്വീങ് ക്യു പറഞ്ഞ് വെറുതെ ഇങ്ങനെ വിസിൽ ഊതുന്ന പോലെ ശബ്ദങ്ങൾ ഉണ്ടാവും. ആ ക്വീങ് ഘട്ടം കഴിഞ്ഞാൽ ഒരു 9 മാസം 10 മാസമൊക്കെ ആകുമ്പോൾ ബാബ്ലിങ് എന്നതിലേക്ക് എത്തും. കൂയിങ് എന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാബ്ലിങ് ഘട്ടത്തിലേക്ക് എത്തും. പിന്നെ അർത്ഥമില്ലാത്തൊരു വാക്ക് ഉച്ചരിക്കാൻ തുടങ്ങും. പിന്നെ അർത്ഥമുള്ള ഒരു വാക്ക് പക്ഷെ പൂർണ്ണമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അയാൾക്കും കേൾക്കണാക്കും മനസ്സിലാവും, അമ്മക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതൊക്കെ ഇനേറ്റ് ആണ്, ഇത് ജന്മനാ കിട്ടുന്നതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് സ്ട്രക്ചറിൽ ഗ്രാമറൊക്കെ ശരിയാക്കിയിട്ട് പൂർണ്ണമായൊരു ലാംഗ്വേജ് ആകുന്നതോ അത് എൻവയോൺമെന്റ് കിട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു വാദം നടക്കുന്നുണ്ട്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ, ലേണിങ്ങിൽ നേച്ചറിനാണോ പ്രാധാന്യം നെർച്ചറിനാണോ? രണ്ടും ആൾക്കാരും പറഞ്ഞു. അപ്പൊ രണ്ടിനും പ്രാധാന്യമുണ്ട്. ആദ്യഘട്ടത്തിൽ നേച്ചറിനും പിന്നീട് നർച്ചറിനും. രണ്ടാമത്തെ ഒരു ചർച്ച റേഷണലിസം ആണോ എംപരിസം ആണോ ഇമ്പോർട്ടന്റ്? അതായത് റേഷണലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോജിക്കിലൂടെ ചിന്തയിലൂടെ കിട്ടുന്നത്, അതിനാണോ പ്രാധാന്യം? അതല്ല എംപരിസം എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ നടത്തി ടെസ്റ്റ് നടത്തി എക്സ്പെരിമെന്റ് നടത്തി കിട്ടുന്നതാണോ? രണ്ടിനും പ്രാധാന്യമുണ്ട്. ചില വിഷയങ്ങൾ എന്താണ് ചിന്തിച്ച് ആലോചിച്ചുകൊണ്ടാണ്, ഫിലോസഫിയൊക്കെ അങ്ങനെയാണ്, അവിടെ നിന്നാണ് സൈക്കോളജി ഉണ്ടായത്. എന്നാൽ അതേസമയം ചിന്തിച്ച് ആലോചിച്ചുകൊണ്ടാണ് മുഴുവൻ ശരിയായിക്കോണമെന്നില്ല. അപ്പോൾ എക്സ്പെരിമെന്റ് നടത്തേണ്ടി വരും, റിസർച്ചുകൾ നടത്തേണ്ടി വരും, ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്താണ്, ഇതാണോ എന്നുള്ള തർക്കം, ഇതൊരു ഓൺ ഗോയിങ് ഡിബേറ്റ് ആണ്. ചില ആൾക്കാർ വരും റാഷണലിനാണ് പ്രാധാന്യം, ചിലവരും അങ്ങനെയല്ല ഇതിനാണ് പ്രാധാന്യം. മറ്റൊന്ന് സ്ട്രക്ചർ ആൻഡ് പ്രോസസ്. മറ്റൊരു ചർച്ചാ വിഷയം കല്ലുകടി എന്താണ്, സ്ട്രക്ചറിനാണോ പ്രാധാന്യം അതല്ല പ്രോസസ്സിന്? നേരത്തെ പറഞ്ഞു കൊഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുമ്പോൾ മനുഷ്യന്റെ ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിക്കലാണോ പ്രാധാന്യം, അതല്ല ബ്രെയിനിൽ എന്തെല്ലാം കാര്യങ്ങൾ എപ്പോഴൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്ന ഫംഗ്ഷൻ ആണോ പഠിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടിനും പ്രാധാന്യമുണ്ട് അല്ലേ. ബ്രെയിനിന്റെ സ്ട്രക്ചർ അറിയണം, എന്നാൽ അതേസമയം ഓരോ പാർട്ടിനും എന്ത് റോളാണുള്ളതെന്ന് അറിയണം. ഭാഷ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബ്രെയിനിന്റെ ഏതു ഭാഗത്താണ്, ഭാഷയിൽ എന്തെങ്കിലും പോരായ്മകൾ വരുമെങ്കിൽ ഏത് പോരായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തോ കാര്യം നടക്കുകയാണെങ്കിലും സ്ട്രക്ചറിനും പ്രാധാന്യമുണ്ട്. ഉദാഹരണം നമ്മൾ മെമ്മറി, സ്റ്റോർസ്, കണ്ടന്റുകളൊക്കെ പഠിക്കണമെങ്കിൽ സ്ട്രക്ചർ ചെയ്യണം. എന്നാൽ എൻകോഡിങ്, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ ഓരോ പ്രോസസ്സുകളാണ്. അപ്പോൾ ഈ പ്രോസസ്സിനെ കുറിച്ച് പറയണം. ഇത് രണ്ടിനും രണ്ടിൻ്റെതായ വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഡൊമൈൻ ജനറൽ, ഡൊമൈൻ സ്പെസിഫിക്. മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ ചർച്ച, ഈ നമ്മൾ കൊഗ്നിറ്റീവ് സൈക്കോളജി ബ്രെയിനിനെ കുറിച്ച് പഠിക്കണം, മറ്റേനെ കുറിച്ച് പഠിക്കുന്നല്ലോ. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഡൊമൈൻ ജനറൽ ആയിട്ടാണോ പഠിക്കേണ്ടത് അതല്ല ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടാണോ പഠിക്കുന്നത്? അത് ബ്രെയിനിനെ മൊത്തത്തിൽ പഠിക്കുകയാണോ വേണ്ടത്? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ ബ്രെയിൻ കൊണ്ടാണ് പഠനം നടക്കുന്നത്, ബ്രെയിൻ കൊണ്ടാണ് ചിന്തിക്കുന്നത്, ബ്രെയിൻ കൊണ്ടാണ് പ്രോബ്ലം സോൾവ് ഉണ്ടാണ്, അങ്ങനെ പറഞ്ഞാൽ മതിയോ? അതല്ല, ബ്രെയിനിന്റെ എന്നെ ബ്രോക്കാസ് ഏരിയ, അതാണ് ശബ്ദം നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. വ്രേണിക്കാസ് ഏരിയ, ആ ഒരു ഏരിയ ആണ് നമ്മൾ പഠിക്കുന്ന ഭാഷയുടെ ഓരോ വാക്കിന്റെയും മീനിങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഫ്രണ്ടൽ ലോബ്, ആ ഒരു ഏരിയ ആണ് നമുക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനുള്ള കഴിവ് നൽകുന്നത്. മിൻ ബ്രെയിന്, ഇങ്ങനെ ഓരോ ബ്രെയിനിന്റെ ഓരോ ഭാഗത്തിനും ഓരോ റോളുകളുണ്ട്. അതിനെ സ്പെസിഫിക് ആയി പഠിക്കണമെന്ന ഒരു ചിന്താഗതിയാണ് ഡൊമൈൻ സ്പെസിഫിക്. മറ്റത് അങ്ങനെയൊന്നുമില്ല, ജനറൽ ആയിട്ട് പഠിച്ചാൽ മതി. അടുത്ത് കോഷൽ ഇൻഫറൻസസ്, ഇക്കോളജിക്കൽ വാലിഡിറ്റി. അതായത് നമ്മൾ ഒരു റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ്, കാര്യകാരണ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കണോ അതല്ല സാഹചര്യവും സന്ദർഭം നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയോ? അതായത് കൺട്രോൾഡ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണോ റിസർച്ചുകൾ നടക്കേണ്ടത്? അങ്ങനെയാണോ ഈ നോളജ് എൻഹാൻസ്മെന്റ് ലേണിംഗ് നടക്കേണ്ടത്? അതല്ല ജസ്റ്റ് നേച്ചുറൽ ഒബ്സർവേഷൻ. ഉദാഹരണം, ഒരു കുട്ടിയുടെ സ്വഭാവം, അവൻ്റെ വളർച്ച ഒക്കെ അവന് ശരിക്കും ഞങ്ങളിങ്ങനെ അവനെ തനതായ രീതിയിൽ ഇങ്ങനെ വളർന്നു പോകുന്നതും അവൻ്റെ പ്രശ്നങ്ങളൊക്കെ നേച്ചറിൽ ഒബ്സർവ് ചെയ്താൽ മതിയോ? അതല്ല നേരത്തെ പറഞ്ഞ പോലെ, പണ്ട് പറഞ്ഞ പോലെ റിസർച്ചിൽ നിങ്ങൾ പഠിക്കും കൺട്രോൾ എക്സ്പെരിമെന്റ്, അതായത് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിൾ, ഈ വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റേ വേരിയബിൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു. അപ്പോൾ കൺട്രോൾ വേരിയബിൾ, ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, പിന്നെ അതിൻ്റെ ഇടയിൽ ഇടപെടുന്ന ഇൻട്രീജീനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞ കുറേ വേരിയബിൾ, അങ്ങനെ പഠിക്കേണ്ടതുണ്ടോ? അതല്ല നേച്ചുറൽ ഒബ്സർവേഷൻ നടത്തിയാൽ മതി, ഇങ്ങനെ കണ്ട് ഇങ്ങനെ മനസ്സിലാവും. ഇതൊരു ചർച്ചയാണ്, അതങ്ങനെ പല രീതി നടക്കാറുണ്ട്. മറ്റൊന്ന് അപ്ലൈഡ് ആൻഡ് റിസർച്ച്, ബേസിക് റിസർച്ച്. കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ ബേസിക് റിസർച്ച്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ
തിയറി പറയണാര് ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? അതല്ല ഇതൊക്കെ പ്രാക്ടിക്കലി ലാബിൽ വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഇതിനെ നമ്മൾ ആപ്ലിക്കേഷൻ, ഉദാഹരണം നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ മെഷീനുകളിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ? അതല്ല നമ്മളിങ്ങനെ കോൺസെപ്റ്റുകളും തിയറിറ്റിക്കലും പഠിച്ചാൽ മതിയോ? ചിലവർ പറയും ആപ്ലിക്കേഷനാണ് പ്രാധാന്യം, അതുകൊണ്ടാണ് ഇങ്ങനെ ന്യൂറോ സയൻസുകളും ന്യൂറോ ഇമ്മ്യൂണോ സയൻസുകളും ന്യൂറോ ഇമ്മ്യൂട്ടിക് സൈക്കോളജി ഒക്കെ ഉണ്ടായതെന്ന് അവർ പറയും. മറ്റൊന്ന് ബിഹേവിയറൽ ആൻഡ് ബയോളജിക്കൽ മെത്തേഡ്. അതായത് നമ്മൾ പഠിക്കേണ്ടത് ബയോളജിക്കലി ആണോ, അതായത് ബ്രെയിനിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഹോർമോണുകളും പിന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഇമോഷനിലൊക്കെ സ്വാധീനിക്കുന്ന ആ ശരീരഭാഗങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതിയോ? അതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ബിഹേവിയർ, അവൻ പ്രകടമാക്കുന്ന, അവൻ കാണുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ വലിയ ചർച്ചകൾ കോഗ്നിറ്റീവ് സൈക്കോളജി നടക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ വലിയ ചർച്ചാ വിഷയങ്ങൾ ഏതൊക്കെ വെച്ചാൽ ഇതൊക്കെയാണ്. ഏതിനാണ് പ്രാധാന്യം, ഇതിനാണോ അതിനാണോ? അപ്പോൾ പറയും ഇതാണ് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ, അല്ല മറ്റു ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അതാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ടിനും അതിൻ്റെ വിലയുണ്ട്. ഈ ഒരു ചർച്ചയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്നും കത്താതെ കിടക്കുന്ന ഒരു കനൽ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നെർച്ചറാണോ പ്രാധാന്യം, അതോ നേച്ചറാണോ? സ്ട്രക്ചറിനാണോ പ്രാധാന്യം, അല്ല പ്രോസസ്സിനാണോ? ഡൊമൈൻ ജനറാലിറ്റി ആണോ, ഡൊമൈൻ സ്പെസിഫിസിറ്റി ആണോ? ബയോളജിക്കൽ മെത്തേഡുകളാണോ, അതല്ല ബിഹേവിയറൽ മെത്തേഡുകളാണോ വേണ്ടത്? ഇത് വലിയൊരു ചർച്ചയാണ്. ഇനി ഈ വിഷയത്തിൽ പഠിക്കാനുള്ള മറ്റൊരു പോയിന്റ്, കീ ഐഡിയാസ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജി. നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും കൂടി ആവർത്തിക്കുന്നുള്ളൂ. കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കോൺസെപ്റ്റുകൾ, ഐഡിയാസ്. നമ്മൾ പഠിച്ചു കോഗ്നിറ്റീവ് സൈക്കോളജി പറഞ്ഞാൽ എന്താണ്? മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുക. മെൻ്റൽ പ്രോസസ്സ് പറഞ്ഞാൽ എന്താണ്? തിങ്കിങ്, റീസണിങ്, ലേണിങ്, ലാംഗ്വേജ്, ഇതൊക്കെയാണ് മെൻ്റൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാമെന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ചെറിയ ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. നിങ്ങൾ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ നോക്കാം. പറയാനുള്ളത് ഡാറ്റയും തിയറിയും ഒപ്പം. ഡാറ്റ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു. ഈ ഡാറ്റകളെ അനലൈസ് ചെയ്തിട്ട് അത് ശരിയാണോ അല്ലേ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് തിയറി. അപ്പോൾ ഡാറ്റ മാത്രം പോരാ, തിയറിയും വേണം. എന്നാൽ തിയറി മാത്രം പോരാ, ഡാറ്റയും വേണം. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജിക്ക്. അപ്പോൾ തിയറി നമുക്ക് തെളിയിക്കാൻ ആവശ്യമാണ്, എന്ത് ഡാറ്റ ശരിയാണോ അല്ലേ എന്നുള്ളത്. പക്ഷേ തിയറി നടക്കണമെങ്കിലോ ഡാറ്റ വേണം താനും. അപ്പോൾ ഡാറ്റ എന്നുള്ളതും തിയറി എന്നുള്ളതും ഒരു വാഹനത്തിൻ്റെ ഇരുചക്രങ്ങൾ പോലെ വളരെ പ്രധാനപ്പെട്ടവയാണ് മനസ്സിലാക്കുക. രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം, കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രെയിനിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ കൊഗ്നീഷൻ എന്ന് പറഞ്ഞ സാധനം അതൊരു ഇരുമ്പൊരക്കമാതിരി ഉറച്ച സാധനമൊന്നുമല്ല, അതൊരു ഫ്ലെക്സിബിളാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന അതേമാതിരിയല്ല വലുതായി വരുന്നതിനനുസരിച്ച് അവനിൽ പല മാറ്റങ്ങളും ഫിസിയോളജിക്കലി ഫിസിക്കലി ഉണ്ടാകുന്നു. അതുപോലെ കോഗ്നിറ്റീവ് ഉണ്ടാകുന്നുണ്ട്. അതൊരു അഡാപ്റ്റീവാണ്, ഫ്ലെക്സിബിളാണ്. അതുണ്ടായത് കൊണ്ടാണ് മനുഷ്യന് സന്ദർഭത്തിനും സാഹചര്യത്തിനും മനുഷ്യൻ ഇടപഴകാനും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, ഒരു സമൂഹജീവിയാക്കുന്നതും പ്രശ്നങ്ങൾ മറികടന്ന് പരിഹാരം കണ്ടെത്താനൊക്കെ അവനെ സഹായിക്കുന്നത് ഈ അഡാപ്റ്റബിലിറ്റിയാണ്. മനുഷ്യന്റെ മുന്നിൽ ഇല്ലാത്തൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ അവൻ അതിന് പരിഹരിക്കാൻ വേണ്ടി ആലോചിക്കും. അപ്പോൾ പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും അല്ലേ? കോവിഡ് വന്ന സമയത്ത് ഇത് എന്തോ വലിയൊരു സംഭവം, പക്ഷേ അതിന് മരുന്ന് കണ്ടെത്തി. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴും പല രീതിയിൽ റിസർച്ച് നടത്തിയിട്ട് മനുഷ്യൻ പലതും കണ്ടെത്തി. അപ്പോൾ നമ്മുടെ കൊഗ്നീഷൻ എന്ന് പറഞ്ഞ സാധനം അഡാപ്റ്റീവാണ്. അതായത് എൻവയോൺമെന്റിനനുസരിച്ച് മാറാൻ നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമുക്കനുസരിച്ച് എൻവയോൺമെന്റിനെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ റൂമിൽ വന്നു ഭയങ്കര ചൂടാണ്, റൂമിനെ തണുപ്പിക്കാൻ AC ഇട്ടാൽ മതി. അപ്പോൾ AC കണ്ടെത്തി. പെട്ടെന്ന് എനിക്ക് അവിടെ എത്തേണ്ടതുണ്ട്, അപ്പോൾ ഞാൻ ഓടിയെത്തൂല, അപ്പോൾ ഒരു ബൈക്ക് ഉണ്ടാക്കി, കാർ ഉണ്ടാക്കി, ഫ്ലൈറ്റ് ഉണ്ടാക്കി. ഇങ്ങനെ എൻവയോൺമെന്റിനെ മാറ്റിമറിക്കാനും അതുപോലെ എൻവയോൺമെന്റിന് അനുസരിച്ച് മാറാനും നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു സംഭവമാണ് ഈ കൊഗ്നിഷൻ. പിന്നുള്ളത് ഈ പ്രോസസ്സുകൾ. നമ്മൾ മൈൻഡിന്റെ കുറേ പ്രോസസ്സുകൾ പറഞ്ഞു അല്ലേ? മെമ്മറി പറഞ്ഞ സാധനമുണ്ട്, അറ്റൻഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതുണ്ട്. ഇതൊക്കെ ഓരോന്നാണെങ്കിൽ പരസ്പര ബന്ധിതമാണ്. സാമ്പാറുമാരി കലങ്ങി കുടുങ്ങി കിടക്കുന്നത്. ഇതിന് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വേറിക്കാൻ പറ്റില്ല. പക്ഷെ പരസ്പര ഇന്ററാക്റ്റീവാണ്. അത് എക്സ്ക്ലൂസീവ്ലി മേറിട്ടില്ല, മറിച്ച് അത് ഇൻക്ലൂസീവാണ്. ഓരോ പ്രോസസ്സുകളും പരസ്പര ബന്ധിതമാണ്. അപ്പോൾ നമ്മൾ ഈ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കേണ്ടത് കേവലം ഒരു റാഷണൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേവലം ഊഹത്തിന്റെ പേരിലല്ല, മറിച്ച് സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. ഡാറ്റ ഡ്രിവൻ ആയിരിക്കണം, സിസ്റ്റമാറ്റിക് മെത്തേഡുകൾ ഉപയോഗിക്കണം. ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സയന്റിഫിക് സ്റ്റഡി നടത്തണം. ഓക്കെ,
സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ റിസർച്ചിന് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ടൂളുകൾ, പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി ഇതുപോലെ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ബേസിക് റിസർച്ചുകളും അതുപോലെ അപ്ലൈഡ് റിസർച്ചുകളും നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. അത് രണ്ടും കണക്റ്റഡ് ആണ്. ബേസിക് റിസർച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചെറിയ ചെറിയ വിഷയങ്ങൾ, അതിൻ്റെ കോൺസെപ്റ്റുകൾ മറ്റൊക്കെ പഠിക്കുന്നു. അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ, ഉദാഹരണം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അടുത്ത യൂണിറ്റ് പഠിക്കാനാണ്. എന്താണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ്? ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നടക്കുന്ന പോലെ നമ്മളെ ബ്രെയിനിൽ എങ്ങനെ നടക്കുന്നു, ഇങ്ങനെ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പോകുന്നു. പിന്നെ അതിൽ പഠിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ്, മനസ്സിലാക്കേണ്ട സാധനം കോഗ്നിറ്റീവ് സയൻസ്. നമ്മൾ വിഷയം എന്താണ്? കോഗ്നിറ്റീവ് സൈക്കോളജിയാണ് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന നമ്മൾ മെന്റൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്നു. ഇതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതായത് ഇതൊരു എന്താ പറയുക, കോഗ്നിറ്റീവ് സൈക്കോളജി പ്ലസ് ന്യൂറോ സയൻസ് പ്ലസ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിലോസഫി, ലിംഗ്വിസ്റ്റിക്, ആന്ത്രോപോളജി, ഇതെല്ലാം കൂടിയൊരു സംഭവമാണ് കോഗ്നിറ്റീവ് സയൻസ്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്താ മനസ്സിലാക്കുന്നത്? എന്താണ്? മെന്റൽ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്ന ആ ശാസ്ത്രശാഖ കോഗ്നിറ്റീവ് സൈക്കോളജി. അതേ പ്ലസ് ബയോളജിയിൽ പഠിക്കുന്ന സാധനമാണ് ന്യൂറോണ്, ബയോളജി സ്റ്റഡി അല്ലെങ്കിൽ ന്യൂറോണിനെ കുറിച്ചുള്ള പഠനം, ന്യൂറോ സയൻസ്, അതും ചേർന്നു. അപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി പ്ലസ് ന്യൂറോ സയൻസ്. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പഠനമാണ് ഇൻഫർമേഷൻ ടെക്നോളജി, അതും ചേർന്നു. ആന്ത്രോപോളജി, ഇങ്ങനെ പല പല സാധനങ്ങളൊക്കെ ചേർന്ന് ഇതെല്ലാം കൂടിയിട്ട് പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കോഗ്നിറ്റീവ് സയൻസ് എന്ന സാധനം ഉണ്ടായത്. ചോദിക്കും, 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. അങ്ങനെ പറഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജി പ്ലസ് ന്യൂറോ സയൻസ് പ്ലസ് സൈക്കോ ബയോളജി പറഞ്ഞാൽ നമ്മുടെ ബയോളജി, ശരീരത്തിന്റെ ഘടനയും അതിന്റെ സൈക്കോളജി പഠിക്കുക. അതായത് ബ്രെയിന്, ഹർട്ട്, പിന്നെ നമ്മളെ ഓരോ അവയവങ്ങളുണ്ട്. ഇപ്പോൾ SP ആക്സിസ് എന്ന് പറയും, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകൾ, ഇതിനൊക്കെ ഓരോ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ റോളുകളുണ്ട്. നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഫീലിങ്ങുകളൊക്കെ നിയന്ത്രിക്കുന്നത് പല ഹോർമോണുകളാണ്. ഈ ഹോർമോണുകളൊക്കെ പല ഗ്ലാൻഡുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ബയോളജി അറിയണം അല്ലേ, ഫിസിയോളജി അറിയണം. അതിൻ്റെ സൈക്കോളജിയാണ് സൈക്കോ ഫിസിയോളജി എന്ന് പറഞ്ഞ സാധനം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് കോഗ്നിറ്റീവ് സയൻസ് എന്ന സാധനം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാത്സും ഫിസിയോളജിയും പിന്നെ ലിംഗ്വിസ്റ്റിക്കും ആന്ത്രോപോളജിയും ന്യൂറോ സയൻസും ഒക്കെ ചേർന്ന് പുതിയൊരു സാധനം ഉണ്ടായി. അങ്ങനെ മനുഷ്യൻ എന്ന പ്രതിഭാസത്തെ കൂടുതൽ പഠിച്ച് കോഗ്നിറ്റീവ് സയൻസ് എന്ന സാധനം ഡെവലപ്പ് ചെയ്തു. അത് നിന്നില്ല. കോഗ്നിറ്റീവ് സയൻസും കോഗ്നിറ്റീവ് സൈക്കോളജിയും അങ്ങനെ എൻ്റെ ഒരു ഭാഗമായിട്ടാണ് ന്യൂറോ സയൻസ് ഉണ്ടായത്. ന്യൂറോ സയൻസ് അങ്ങനെ പറഞ്ഞാൽ ഈ ന്യൂറോ സയൻസ് പറഞ്ഞാൽ ന്യൂറോണുകളെ കുറിച്ചുള്ള പഠനം, ന്യൂറോണിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. ന്യൂറോ ഡോക്ടർമാരുണ്ടാവില്ലേ, അതിൽ നിന്നും നമ്മൾ കുറേ സാധനങ്ങൾ ഈ കോഗ്നിറ്റീവ് സയൻസിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് FMR, ഇന്നലെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ നടക്കുന്നത് FMRI, അതുപോലെ തന്നെ MRI, ഇതൊക്കെ വെച്ചുകൊണ്ട് അഥവാ ന്യൂറോ സയൻസിലെ ഡെവലപ്മെൻറ്റുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കോഗ്നിറ്റീവ് സൈക്കോളജിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രോബ്ലം സോൾവിങ് നടത്തുന്ന സമയത്ത് ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, നമ്മൾ സാധനത്തെ ഓർത്തെടുക്കുമ്പോൾ മെമ്മറി വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ മേഖലയിലും അഥവാ ന്യൂറോ സയൻസിലെ റിസർച്ചുകളും ഡെവലപ്മെൻറ്റുകളും നമ്മളെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വലിയ ഡെവലപ്മെൻറ്റിന് സഹായിച്ചിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലേനാദേന നടക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ മൈൻഡ്, ബ്രെയിന്, കമ്പ്യൂട്ടർ, ഇത് മൂന്നിങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് ഭയങ്കര കഴിവുകളുണ്ട് അല്ലേ. നമ്മൾ ചെയ്യുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ അതിനേക്കാൾ വലിയ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിന്. ചിലപ്പോൾ വളരെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ എന്താ റൂള് കൊടുക്കുന്ന അതേമാതിരി ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പ്യൂട്ടറിന് ചിലപ്പോൾ മനുഷ്യനേക്കാൾ ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ നിയന്ത്രിക്കേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആരാണ്? മനുഷ്യനാണ്. അതിനേക്കാൾ ഉപരി കമ്പ്യൂട്ടറിന് ഇല്ലാത്ത ഇമോഷൻസും ഫീലിങ്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? മനുഷ്യനാണുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്തിക്കുവാനും ജനറലൈസേഷനും ഓവർ ജനറലൈസേഷനും പിന്നെ കോംപ്ലക്സ് പാറ്റേണുകളും ഇമോഷൻസും ഒക്കെ ഉള്ളത് മനുഷ്യനാണ്. അപ്പോൾ ചില മേഖലയിൽ കമ്പ്യൂട്ടർ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ മറ്റൊരു മേഖലയിൽ മികച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് സയൻസ് എങ്ങനെ ഉണ്ടായത് നോക്കുക. 3 റൗണ്ടുകൾ നോക്ക്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ അതും
ന്യൂറോ സയൻസിലെ ഡെവലപ്മെൻറ്റുകളും കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഈ മൂന്നും കൂടി ചേർന്നപ്പോൾ, അതിനിപ്പോൾ വേറെ നമ്മൾ പറഞ്ഞു, ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് കൊഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞ പുതിയ ഒരു ശാസ്ത്രം ഉണ്ടായത്. ഓക്കെ, കൊഗ്നിറ്റീവ് സയൻസ് പറഞ്ഞാൽ എ മോഡേൺ ക്രോസ് ഡിസിപ്ലിനറി ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദി ഗവേണൻസ് ഓഫ് കൊഗ്നിറ്റീവ് സൈക്കോളജി, ന്യൂറോ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. എന്താണ്? ഇതൊരു പുതിയ ഇന്റർ ഡിസിപ്ലിനറി അല്ലെങ്കിൽ ക്രോസ് ഡിസിപ്ലിനറി ഫീൽഡാണ്. എങ്ങനെ ഉണ്ടായത്? കൊഗ്നിറ്റീവ് സൈക്കോളജിയും ന്യൂറോ സൈക്കോളജിയും കമ്പ്യൂട്ടർ സയൻസും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ കോൺസെപ്റ്റുകളും ന്യൂറോ സൈക്കോളജിയിലെ റിസർച്ചുകളും കൊഗ്നിറ്റീവ് സൈക്കോളജിയിലെ കോൺസെപ്റ്റുകളും ഇതെല്ലാം കൂടിയിട്ടാണ് കൊഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞ പുതിയ സാധനം ഉണ്ടായത്. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ സങ്കീർണമായ പ്രോസസ്സുകൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ കണ്ടെത്താത്ത കാര്യങ്ങൾ കണ്ടെത്തുവാനും ഉള്ളതിനെ തിരുത്തുവാനും വളർത്തുവാനും സഹായിച്ചിട്ടുണ്ട്. അപാരമായ കഴിവുള്ളതാണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിന്. കണ്ടില്ലേ? ഇതുവരെ പറഞ്ഞിരുന്നും വലിയ മാറ്റങ്ങളാണ് ഇന്നത്തെ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ സയൻസിൽ പാരഡൈം ഷിഫ്റ്റുകൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ഊഹിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെയും അതുപോലെ ന്യൂറോ സയൻസിൻ്റെയും സഹായത്താൽ MRI, PET, EEG സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ വിശാലമായി സങ്കീർണമായി ആഴത്തിൽ പഠിക്കാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. പഠിച്ച് നമ്മളെവിടെ എത്തിയതോ സെല്ലുലാർ ബേസിസ് ഓഫ് മെമ്മറിയുടെ ചെറിയ ആഴത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതുപോലും, അതായത് നമ്മുടെ ഈവൻ ഒരു സെല്ലിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു, ഏത് രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എബിംഗ്ഹോയുടെ ഒരു തിയറിയൊക്കെ അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ന്യൂറോണുകൾ കണ്ടില്ലേ, നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് നോക്കുന്ന സമയത്ത് നമ്മൾ വലിയ കാര്യമായ സങ്കീർണമായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇത്രമാത്രം ആളിക്കത്തുന്നുണ്ടാവും. അതായത് ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസുകൾ പാസ് ചെയ്യുമ്പോൾ ആ ഒരു ആളലാണിത്. നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ പാടം കണ്ടില്ലേ, നമ്മുടെ പറമ്പ് അല്ലേ, പുല്ലുകൾ നിറഞ്ഞ പാടത്ത് ഒരു വക്കിലൂടെ ഇങ്ങനെ 4-5 പ്രാവശ്യം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദിവസങ്ങളോളം നടന്നു കഴിഞ്ഞാൽ വലിയ പുല്ലുകൾ മുളച്ച ആ ഒരു വലിയ മൈതാനത്ത് അല്ലെങ്കിൽ വലിയ പാടത്ത് നല്ലൊരു വഴി ഉണ്ടാകും. ഇതേ രൂപത്തിലാണ് നമ്മൾ ബ്രെയിനിൻ്റെ പല കാര്യങ്ങളും. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ വലിയ സങ്കീർണമായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും പുതിയ വഴികൾ വെട്ടിത്തിളക്കുവാനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കുമെന്നുള്ളതൊക്കെയാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് ദി മൈൻഡ്. പിന്നെ നമ്മളെ മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. കൊഗ്നിറ്റീവ് സൈക്കോളജി എന്തിനെ ഉണ്ടായത്, മനുഷ്യരിൽ കുറേ പോരായ്മകൾ ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന റിസർച്ച് എന്ന് വന്നതാണ്. പിന്നെ ഇതിൽ ധാരാളം റിസർച്ചുകൾ നടക്കാറുണ്ട്, സൈക്കോളജിക്കൽ റിസർച്ചുകൾ നടക്കാറുണ്ട്, കേസ് സ്റ്റഡി മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്, കമ്പ്യൂട്ടർ സിമുലേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ റിസർച്ച് ഏരിയകൾ എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള ഒരു ബന്ധം, മെറ്റാഫറിനെ കുറിച്ച് പഠിച്ചു. കമ്പ്യൂട്ടറും കൊഗ്നിറ്റീവ് സൈക്കോളജിയും ന്യൂറോ സയൻസും ചേർന്ന് പുതിയൊരു സൈക്കോളജി ഉണ്ടാക്കി, പുതിയൊരു മേഖല ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ന്യൂറോ സയൻസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ, അതിൻ്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നെ നമ്മുടെ പറഞ്ഞില്ല അതിൽ ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ കീ ഇഷ്യൂസ് ഇൻ കൊഗ്നിറ്റീവ് സൈക്കോളജി. ഇങ്ങനെ 4-5 ഹെഡിങ്ങുകളുണ്ട്. ഈ ഹെഡിങ്ങുകൾ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒന്ന് എസ്സേയിലുണ്ടാവും, അസൈൻമെൻറ്റിലുണ്ടാകും. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഒന്നാമത്തെ യൂണിറ്റ് MPC 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ നമ്മുടെ ട്യൂഷൻ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ അതും ചോദിക്കാം.